ക്ലാസിക് ചിത്രമായ സെവന്ത് സീലിനെയൊക്കെ ഏതൊക്കെയോ അളവിൽ മനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു ചിത്രമായിരുന്നു ലിജോയുടെ വാല്യുബൽ. ഒരുപക്ഷെ അത്രയും ധ്യാനമോ നേരമോ സാവകാശമൊക്കെ അതിൻ്റെ കാഴ്ചയ്ക്ക് കൊടുക്കാതെ പോയതിൻ്റെ പേരിൽ കുറച്ചേറെ ആ ചിത്രം പഴികെടുക്കുന്നതൊക്കെ അറിയുന്നുണ്ട്. എങ്ങും എത്താതെ പോകുന്ന വിജയുടെയും വിജയങ്ങളുടെയും ഒക്കെ കഥയായിട്ട് വേണമെങ്കിൽ അതിനെ വായിച്ചെടുക്കാവുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രധാന കഥാപാത്രം അത് പറയുന്നുണ്ട്. ഡെസ്റ്റിനേഷൻ സിക്നസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് സഞ്ചരിക്കുക, ആ ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം പിന്നെന്താ? ലോകത്തെ ഏറ്റവും പരാജിതനായിട്ട് മാറുന്നത് മലകയറിയ മനുഷ്യനാണെന്നൊക്കെ പറയുന്ന ഒരു കവിതയുള്ള മനുഷ്യവ്യാഖ്യാനം കണക്കാത്. കൊടുമുടിയുള്ള കയറി ചെല്ലുക, ഇനിയാളെന്ത് ചെയ്യും? നമ്മൾ വിജയമെന്ന് കൊട്ടിഘോഷിക്കുന്ന പലതിൻ്റെയുമൊക്കെ ആ വിഫലതയും ശൂന്യതയുമൊക്കെ ഭംഗിയായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു പടമാണിത്. പഴയ ദിനത്തിലെ സാംസൻ്റെ കഥയുമൊക്കെ ആയിട്ട് എവിടെയോ ഇതിന് ചില ബന്ധമുള്ളതായിട്ടും തോന്നി. സാംസൻ്റെ കഥയൊക്കെ നമുക്കറിയാം. ആ കഥ ഒരു ജയത്തിൻ്റെ കഥയാണ്, വിജയത്തിൻ്റെ കഥയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ആ കഥയിൽ സാംസണും മരിക്കുന്നുണ്ട്. സാംസൺ അത്രയും കാലം ആരാണോ നേരിട്ടിരുന്നത് ആ ശത്രുക്കളും മരിക്കുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ശത്രുക്കൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ വസ്തുവിൽ ഏതാ ജയം ഏതാ പരാജയം? വല്ലാത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു പുസ്തകമാണ് സാംസൺ എന്ന് പറയുന്നത്. എന്നിട്ടും ചെറിയ പ്രായം തൊട്ട് എന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഒരു മല്ലൻ്റെ കഥ എങ്ങനെയാണ് ഈ വേദപുസ്തകത്തിൽ വന്നത്? മറ്റു കാര്യമായിട്ട് ഇയാളൊരു ഭക്തനാണെന്ന് പറയുന്നില്ല, മറ്റു പശ്ചാത്തലങ്ങളൊന്നുമില്ല. എല്ലാത്തരം തൻ്റെ ഭാവനകൾക്കിണങ്ങിയ മട്ടിൽ ജീവിക്കാനായിട്ട് ശ്രമിച്ച് കാര്യമായിട്ട് ജീവിതത്തിൻ്റെ കടിജാൻ കൈവശമില്ലാതെ പോയൊരു മനുഷ്യനാണ് ഈ സാംസൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ മനുഷ്യൻ ഒരു ആദർശ കഥാപാത്രമായിട്ടൊക്കെ ഒരു സേക്രഡ് ബുക്കിനകത്ത് വന്നുള്ളതൊക്കെ ഒരു ചെറിയ പ്രശ്നമായിരുന്നു. പിന്നീടാണ് വേദപുസ്തക പഠനത്തിൽ ആ രണ്ട് വാക്കുകൾ ഉള്ളിൽ പതിഞ്ഞത് നിഴലും പൊരുളും, സബ്സ്റ്റൻസ് ആൻഡ് ഷാഡോ. യേശു ഇങ്ങനെ സൂര്യന് നേരെ നിന്നിരുന്ന ഒരു മനുഷ്യനായിരുന്നത് കൊണ്ട് യേശുവിൻ്റെ നിഴൽ ഈ മുഴുവൻ പുസ്തകത്തിലും വന്ന് കിടപ്പുണ്ടെന്നാണ് പറയുക. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് സാംസണും യേശുവും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്? മനുഷ്യാവതാരത്തിൻ്റെ കഥ തന്നെ. ഒരാൾ വളരെ ശക്തനായിട്ട് ജീവിക്കുന്നു, ആ ശക്തിയുടെ പൊരുൾ ഒരാൾക്കും പിടുത്തം കിട്ടുന്നില്ല. പല രീതിയിൽ അത് മനസ്സിലാക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അയാൾ മനസ്സ് തുറന്ന് അത് വെളിപ്പെടുത്താത്തത്തോളം കാലം ഈ രണ്ടുപേർക്കിടയിൽ ഒരു പാലം ഉണ്ടാകാൻ പോകുന്നില്ല. അയാൾ ഒരു ദിവസം വെളിപ്പെടുത്തും. ആരോടാണത്? താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടാണ്. ഇതാണ് വാസ്തവത്തിൽ ഇൻകാർണേഷൻ എന്ന് പറയുന്ന ഒരു അവതാരം എന്നൊക്കെ പറയുന്ന പ്രക്രിയ. അത്രയും മനുഷ്യനോട് സ്നേഹം തോന്നിയിട്ട്, അത്രയും മനുഷ്യനോട് പാഷനേറ്റായിട്ട് ദൈവം തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുന്ന വിളിക്കുന്ന വാക്കാണ് ഇൻകാർണേഷൻ. ബോഡിയുടെ ഭാഗമായിട്ട് മാറുകയാണ്. പിന്നെ രഹസ്യങ്ങളില്ല. എല്ലാ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത് അതിന് രഹസ്യം നിലനിർത്താൻ കഴിയുമ്പോഴാണ്. മജീഷ്യൻ്റെ കാര്യം പറഞ്ഞ കണക്കാണ്. മാജിക്ക് ചെയ്യുന്ന ഒരാൾ കൗതുകപ്പെടുത്തുന്നത്, അത്ഭുതപ്പെടുത്തുന്നത് മുൻപിലിരിക്കുന്നവരെ മാത്രമാണ്. പുറകിൽ അയാൾക്ക് സഹായിയായിട്ട് നിൽക്കുന്ന മനുഷ്യനിൽ ഈ മനുഷ്യൻ യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു രഹസ്യം റിവീൽ ചെയ്യപ്പെടുന്ന ആ നിമിഷം തൊട്ട് നിങ്ങൾ വൾനറബിളാകുന്നു. അങ്ങനെ ആ ദുർബലനായി മാറുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവുമായിട്ട് ഈ സാംസൻ്റെ കഥയ്ക്ക് ഒരു വിദൂര ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒപ്പം ഈ മരണത്തോടുകൂടിയാണ് ഈ മനുഷ്യൻ എല്ലാത്തിനെയും തോൽപ്പിക്കുന്നത്. വേണമെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പോലും അതിനെ വായിച്ചെടുക്കാവുന്ന. എൻ്റെ ഒരു കുഞ്ഞു പ്രശ്നം ഇത്രയേ ഉള്ളൂ. മനുഷ്യൻ എന്തിനാണ് ഇത്രയും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്? വിശേഷിച്ചും വീടുകൾക്കകത്തൊക്കെ മനുഷ്യർ സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ ഒടുവിൽ അതിൻ്റെ ഏറ്റവും സ്ഫോടനാത്മകമായ നിലയിലാണ് പലപ്പോഴും നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ആത്മഹത്യ പോലും വാസ്തവത്തിൽ ആരോ സൂക്ഷിച്ച രഹസ്യം. ഒരു ചെറിയ പേപ്പറിനകത്ത് അവരത് വെളിപ്പെടുത്തി മടങ്ങിപ്പോവുകയാണ്. ഇത്രയും രഹസ്യങ്ങളൊക്കെ ബന്ധങ്ങളിൽ ഒരു എൻകറേജ് ചെയ്യപ്പെടേണ്ട പദമാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ട് ചങ്ങാതിമാരോട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് വെളിപ്പെടുത്തുന്ന ഇടങ്ങളിൽ പറഞ്ഞുകൂടാ എന്നുള്ളതൊക്കെ പ്രശ്നമുണ്ട്. ഒരു ഹോളിവുഡ് പടമുണ്ട്, ഡെഡ്ലി ഗെയിം എന്ന് പറയുന്നതാണ് എൻ്റെ ഓർമ്മയിൽ പറയുന്നത്. ഒരു സയൻറ്റിസ്റ്റിൻ്റെ മോന്, അവനിങ്ങനെ ഒരു എന്തോ ഡിവൈസ് ഉപയോഗിച്ചിട്ട് അച്ഛൻ്റെ ഈ പറയുന്ന പരീക്ഷണശാലയിൽ നിന്ന് ചെറിയ അളവിലിങ്ങനെ യുറേനിയം കടത്തി ഒരു കുട്ടികളുടെ ഒരു ശാസ്ത്രമേള വരുമ്പോൾ വളരെ അപകടം പിടിച്ചൊരു ബോംബുണ്ടാക്കാൻ തീരുമാനിക്കുക.
അവൻ്റെ കൂട്ടുകാർക്ക് അത് പിടുത്തം കിട്ടുകയും അവർ ഏതൊക്കെ രീതിയിൽ അത് മുടക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കഥയാണ് ഈ പറഞ്ഞ ഡെഡ്ലി ഗെയിം എന്ന് പറയുന്നത്. ഒത്തിരി രഹസ്യങ്ങൾ നിർഭാഗ്യവശാൽ ആ ചിത്രത്തിൻ്റെ തലക്കെട്ട് കണക്ക് തന്നെയാണ് ഒടുവിൽ മാറുന്നത് ഡെഡ്ലി ഗെയിം.